والراسخون في العلم يقولون അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു والراسخون في العلم ഇൽമിൽ അടിയുറച്ച ആളുകൾ അതിന്റെ കൃത്യമായി ഇൽമു പഠിക്കാൻ. ഈ അടിയുറയ്ക്കുന്ന പ്രായം എത്രയാണ്? ഒരു മനുഷ്യന്റെ പ്രായത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ശൈശവം എത്ര വയസ്സ് വരെയാണ്? ശൈശവം എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന പ്രായം, ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ. ആ 2 വയസ്സ് മുതൽ നിസ്കാരം നിർവഹിച്ചില്ലെങ്കിൽ ഒരു ചെറിയ അടി കൊടുക്കേണ്ട പ്രായം. അത് 10 വയസ്സാണ്. അതുവരെ ബാല്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ വയസ്സ് മുതൽ 18ാമത്തെ വയസ്സ് വരെ കൗമാരമാണ്. 18ാമത്തെ വയസ്സ് മുതൽ 40ാമത്തെ വയസ്സ് വരെ യുവത്വമാണ്. 41ന്റെ തുടക്കം മുതൽ ഇലാ യൗമിൽ ഖിയാമ, അവ എത്ര നാൾ ജീവിച്ചിരിക്കും അവന്റെ ഖിയാമത്ത് വരെ അവൻ വൃദ്ധനാണ്. 40 വയസ്സ് കഴിഞ്ഞ ആരും ഇനി ഞാൻ യുവാവാണ് എന്നൊന്നും പറയണ്ട. അവര് 41ാമത്തെ വയസ്സ് മുതൽ അവര് വൃദ്ധന്മാരുടെ തസ്തികയിൽ കയറിപ്പോയി. ഈ ശൈശവ കാലം കഴിഞ്ഞ് ബാല്യകാലത്തിലല്ലേ മക്കളെ മദ്രസയിൽ പഠിക്കാനാക്കുന്നത്. ആ പ്രായത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവും. ആ സമയത്തല്ലേ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാന്റെ കലാം. ആ സമയത്തല്ലേ മുസ്തഫ നബി തങ്ങളുടെ തിരുചര്യകൾ, സുന്നത്തുകൾ, ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അഖീദ എങ്ങനെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാൻ പാടില്ല, ഫിഖ്ഹ്, കർമ്മങ്ങൾ, എങ്ങനെ നിസ്കരിക്കണം, അഖ്ലാഖ്, സ്വഭാവ സംസ്കരണം, വാപ്പയോടെങ്ങനെ, ഉമ്മയോടെങ്ങനെ, അയൽക്കാരോടെങ്ങനെ, രാജ്യം ഭരിക്കുന്നവരോടെങ്ങനെ. ഇതൊക്കെ സംസ്കരണമാണ്, സ്വഭാവ സംസ്കരണമാണ്. ഇന്ത്യയുടെ ചരിത്രം, മഹാരഥന്മാരായ കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മഹാരഥന്മാരുടെ ചരിത്രം ഇത് പഠിക്കുന്നു സീറയിലൂടെ. ഖുർആൻ എങ്ങനെയൊക്കെ ഓതണം, വായി തോന്നുന്നത് പോലെ പാടാൻ പാടില്ല. ഖുർആൻ ഒരക്ഷരം പോലും തെറ്റിയാൽ അവൻ വിശുദ്ധ ഖുർആനോട് അനീതി കാണിച്ചവനാണ്, അദബില്ലാത്തവനാണ്. അതിന് തജ്വീദ് പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കേണ്ട പ്രായം എന്ത് മനസ്സിലാക്കിയാലും ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രായം, അത് ഈ ബാല്യകാലമാണ്. 3ാമത്തെ വയസ്സ് മുതൽ 10ാമത്തെ വയസ്സ് വരെ. അപ്പോഴല്ലേ നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഈ പഠിക്കുന്ന മക്കൾ വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂൻ ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. അല്ലാഹു സൂറത്തു ആലി ഇംറാന്റെ 7ാമത്തെ ആയത്തിലൂടെ പറയുകയാ, വറാസിഖൂന ഫിൽ ഇൽമി, ഇൽമിൽ അവഗാഹം നേടിയ ആളുകളുണ്ടല്ലോ, അത് മദ്രസയിലൂടെയാണ് നേടുന്നത്, അത് മദ്രസ പഠനത്തിലൂടെയാണ് നേടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, മദ്രസയിൽ പഠിക്കുന്ന പ്രായമെത്തിയ 4 വയസ്സിന് മുകളിലോട്ടുള്ള പൊന്നുമക്കളെ വീട്ടിലിരുത്തരുത്. അവരെ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കണം. എന്തുകൊണ്ടെന്നറിയോ? അവര് ഇൽമിൽ അവഗാഹം നേടേണ്ടവരാണ്. അവരവഗാഹം നേടിക്കഴിഞ്ഞാൽ യഖൂലൂന, അവര് പറയുന്നതെന്തെന്നറിയോ? അല്ലാഹ് പറയുന്നു ആമന്നാ ബിഹി, വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അവര് വിശ്വസിക്കുന്നവരാ. എന്നിട്ട് അവര് പറയും ഇത് കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇത് ഞങ്ങളുടെ സംരക്ഷകനായ അല്ലാഹുവിന്റെ അഖിൽ കലാമാണ്. ഇത് അല്ലാഹു തമ്പുരാൻ ഇറക്കിയ കലാം തന്നെയാ. ഇത് ഓരോ മക്കള് പറയേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ നമ്മുടെ അല്ലാഹു തന്ന അമാനത്തുകളാ പൊന്നുമക്കൾ. ആ പൊന്നുമക്കളെ വേണ്ട വിധത്തിൽ നമ്മൾ പഠിപ്പിക്കുക, മദ്രസയിൽ ചേർത്ത് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുക. എന്നിട്ട് ആ പൊന്നുമക്കൾക്ക് വേണ്ട ദീനീ ബോധം, മതബോധം നമ്മൾ നൽകുക. അങ്ങനെ നൽകി കഴിഞ്ഞാൽ ആ പൊന്നുമക്കൾ അല്ലാഹുവിന്റെ തൗഹീദിന്റെ സാക്ഷികളാണ്. ഒന്നാമത്തേത് ഇൽമിൽ അവഗാഹം നേടിക്കഴിഞ്ഞ നമ്മുടെ മക്കൾ 4 സ്വഭാവക്കാരായി മാറും. നമ്മളെ മക്കളെ മദ്രസയിൽ ചേർത്താൽ 4 സ്വഭാവക്കാരായി മാറും. അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ നോക്കിക്കോ, മദ്രസയിൽ പോകുന്ന കുട്ടിയും മദ്രസയിൽ പോകാത്ത കുട്ടിയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യും. എന്താ 4 പ്രത്യേകത എന്നറിയോ? ഈ 4 കാര്യം മാത്രം മതി ഇന്നത്തെ പ്രസംഗം. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ നന്നാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായിരുന്നാലും പറ്റും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരട്ടെ. തന്ന നിഅമത്തുകളല്ലേ മക്കള്. ഇന്നൊരു കുട്ടി മരണപ്പെട്ടു.
24 വയസ്സുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മതപണ്ഡിതന്റെ പ്രിയപ്പെട്ട മകനാ, നൗഷാദ് ബാക്കവിയുടെ ഉസ്താദിന്റെ മകനാ. അദ്ദേഹം മരണപ്പെട്ട് 24 വയസ്സായുള്ളത്. ഒരു രോഗമുണ്ടായി, അതറിഞ്ഞിട്ട് 1 വർഷമായി. ആ കുട്ടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. നിഅമത്താണ് അല്ലാഹു നമുക്ക് തരുന്ന മക്കൾ, അനുഗ്രഹമാണ്. ആ മക്കളെ അതേ രീതിയിൽ തന്നെ നമ്മൾ അയച്ചില്ല. നമ്മൾ അത് ആ ഒരു രീതിയിൽ ചലിക്കാൻ, ആ ഒരു രീതിയിൽ അവരെ സഞ്ചരിക്കാൻ വഴി ഒരുക്കി കൊടുക്കേണ്ട നമ്മളാ. എന്റെ പൊന്നു സഹോദരിമാരെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യോ അത് മക്കൾ അനുസരിക്കും. ഇപ്പൊ നിങ്ങൾ എന്താ കൊടുക്കുന്നത് അത് നിങ്ങളുടെ മക്കൾ സ്വീകരിക്കും, അതവരെ ആവാഹിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് കൊടുത്താലും, നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ നല്ലത് പഠിക്കും, ചീത്ത പഠിപ്പിച്ചാൽ ചീത്ത പഠിക്കും. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് മദ്രസകളിൽ ചേർത്താണ്. ഏത് മദ്രസകളില്? ഔലിയാക്കളുടെ കാര്യം പറയുമ്പോ ഏത് ഔലിയാടാ എന്ന് ചോദിക്കുന്ന മദ്രസകളിലല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി പറയുമ്പോ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന മദ്രസകളിൽ ചേർക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ അറേബ്യയിൽ ജീവിച്ചിരുന്ന, മക്കയിൽ ജീവിച്ചിരുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച ഒരു മുഹമ്മദ് എന്ന് പറയുന്ന മദ്രസയിലല്ല, ഈ ലോകം പടയ്ക്കപ്പെടാൻ കാരണഭൂതരായ മുത്തളി മുഹമ്മദ് മുസ്തഫ എന്ന് പഠിപ്പിക്കുന്ന മദ്രസയിലാണ് നമ്മുടെ മക്കളെ ചേർക്കേണ്ടത്. ആ മദ്രസ തെരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ അവിടെ ചേർക്കണം നമ്മുടെ മക്കളെ. അങ്ങനെ മക്കളെ ചേർത്താലുള്ള ഗുണം എന്താണെന്നറിയോ? 4 സ്വഭാവം നമ്മുടെ മക്കൾക്ക് ഉണ്ടായിത്തീരും. ഒന്ന്, അത്തഖ്വ ബൈനഹു വ ബൈന തആല. അല്ലാഹുവും നമ്മുടെ മക്കളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിന്റെ പേര് തഖ്വ എന്നാണ്. തഖ്വ എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മഹാനായ സയ്യിദുനാ അബൂ ഹനീഫത്തുൽ ഖൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു ഹിജ്റ പരിശുദ്ധമായ 1-ാം നൂറ്റാണ്ടുകാരനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും ഉണ്ടല്ലോ, അതിൽ 1-ാം നൂറ്റാണ്ടുകാരനാണ് സയ്യിദുനാ അബൂ ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവരെല്ലാം 2-ാം നൂറ്റാണ്ട് ാണ്. സഹോദരങ്ങളെ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതാ പള്ളിയിൽ വന്ന് ഒളുവെടുക്കുകയാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒളുവെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ മുഖം കഴുകുമ്പോൾ വെള്ളത്തിന്റെ തുള്ളികൾ അവന്റെ ദാടി രോമങ്ങളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയാ. കൈ കഴുകിയപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയാ. ഒളു ചെയ്ത് കഴിഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് ചോദിച്ചതെന്തെന്നറിയോ? പൊന്നുമോനെ, മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടല്ലേ, മാതാപിതാക്കളോട് മോശമായി പെരുമാറാറുണ്ടല്ലേ, മാതാപിതാക്കളോട് പരുക്കൻ ശൈലിയിൽ സംസാരിക്കാറുണ്ടല്ലേ? ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അബൂ ഹനീഫ ഇമാമിനറിയാ? ചോദിച്ചു, തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശരിയാ, എന്റെ ഉമ്മയോട് വാപ്പയോട് ഞാൻ പരുക്ക ശൈലിയിലാ സംസാരിക്കാറുള്ളത്. എന്റെ മാതാപിതാക്കളോട് സ്നേഹമില്ല, ദയയില്ല, മര്യാദയില്ല, അദബില്ല, ബഹുമാനമില്ല. അത് ശരി തന്നെയാണ് തങ്ങളെ. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സഹോദരാ, നമ്മുടെ മക്കളാ തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ബുക്ക് വാങ്ങിക്കൊടുത്ത് പഠിച്ചാലെത്തൂല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും വിശുദ്ധമായ ഹദീസുകൾ, അഖീദയും അഖ്ലാഖും ഫിഖ്ഹും ദീനിയാത്തും പഠിപ്പിക്കുന്ന മദ്രസകളിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള മദ്രസയിൽ ചേർത്ത് പഠിച്ചാലല്ലാതെ നമ്മുടെ പൊന്നുമക്കൾ ഈ കോലത്തിലെത്തൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? പൊന്നുമോനെ, നീ ഒളുവെടുത്തിട്ട് ആ മുഖം കഴുകിയപ്പോൾ, നിന്റെ കൈകാലുകളെ കഴുകിയപ്പോൾ, നിന്റെ കൈകാലുകളിൽ നിന്നും മുഖത്ത് നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിൽ ആ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പാപത്തിന്റെ കറ ഞാൻ കണ്ടു. അതിന്റെ കറകളെല്ലാം എനിക്ക് കാണാൻ പറ്റി. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യന് മുൻകൈ കഴുകിയാൽ മുൻകൈ കൊണ്ട് ചെയ്ത പാപത്തിന്റെ കറകൾ വെള്ളത്തുള്ളിയോ
തുള്ളിയോടൊപ്പം നിലത്ത് വീഴുമെന്ന്. മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു വെള്ളത്തിന്റെ അവസാന തുള്ളിയോടെ അവന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുമെന്ന് പഠിച്ചല്ലോ. കൈ കഴുകുമ്പോഴും അങ്ങനെ തന്നെ. ഏതവയവ കഴുകിയാലും ഒളുവിന്റെ സമയത്ത് അങ്ങ് സ്നാനം ചെയ്യുമ്പോ അവന്റെ ശരീരത്തിലെ മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹനീഫ ഇമാം നോക്കുമ്പോ ആ ചെറുപ്പക്കാരെ ഒളുവെടുത്തു. ഒളുവെടുക്കുന്ന വെള്ളത്തിന്റെ തുള്ളി നിലത്തേക്ക് വീഴുമ്പോ ആ വെള്ളത്തിലൂടെ കാണാൻ കഴിഞ്ഞത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പാപത്തിന്റെ കറകൾ പോകുന്ന രംഗമാ. ആ ഒരു നിലയിലേക്ക് അബൂ ഹനീഫ ഇമാമിനെ എത്തിച്ചത് എന്താ? പദവിയല്ല, പത്രാസല്ല, പ്രസിദ്ധിയല്ല, പ്രശസ്തിയല്ല, പണമല്ല, ഒന്നുമല്ല. പിന്നെയോ അല്ലാഹു നൽകിയ പുണ്യമായ നൂറാകുന്ന പരിശുദ്ധമായ ഇൽമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളും തമ്മിൽ, നമ്മുടെ മക്കളും പടച്ചവനും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധത്തിന്റെ പേര് അത്തഖ്വാ ബൈനഹു വ ബൈനല്ലാഹ്. നമ്മുടെ മക്കള് സാധാരണക്കാരായ മക്കളെ പോലെയല്ല. പിന്നെ നമ്മുടെ മക്കള് അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന മക്കളാ. ആ മക്കള് പിന്നെ വീട്ടിൽ വരുമ്പോ വാപ്പയോട് പറയും, വാപ്പാ കള്ളു കുടിക്കല്ലേ. വാപ്പയോട് പറയും, വാപ്പാ നമസ്കരിക്കണേ. ഉമ്മയോട് പറയും, ഉമ്മ ഉറത്തു മറയ്ക്കണേ. ഉമ്മയോട് പറയും, ഉമ്മ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. കാരണം അല്ലാഹു ആ പൊന്നുമോളുടെ, ആ പൊന്നുമോന്റെ കൽബിലേക്ക് നിറച്ചു കൊടുക്കുന്നതെന്താ? അത്തഖ്വാ ബൈനഹു വ ബൈന തആല. ഒന്നാമത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം തഖ്വയിൽ അധിഷ്ഠിതമായ ബന്ധമാണ്. പിന്നെ നമ്മുടെ മക്കള് നിന്ന് മൂത്രമൊഴിക്കൂല. പിന്നെ നമ്മുടെ മക്കള് മുഖപ്പ് നോക്കി വാപ്പാന്റെ പേര് വിളിക്കില്ല. പിന്നെ നമ്മുടെ പൊന്നുമക്കള് ഉമ്മാനെ തല്ലുന്ന മക്കളാവൂല. കാരണം ആ മക്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട ഭക്തി എന്തെന്ന് പഠിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് അതല്ലേ നമുക്ക് വേണ്ടത്. ഇന്ന് എത്ര വാപ്പാരാണ് മക്കൾ ഉറങ്ങിയിട്ടാ വീട്ടിൽ പോവുക? മക്കൾ ഉറങ്ങിയിട്ടേ വീട്ടിൽ പോവും. മക്കൾ ഉണരുന്ന മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്, മക്കളെ പേടിയാണ്. ആ ഒരു കാലമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് മകനെ അടിച്ചു. 9-10 വയസ്സ് മാത്രം പ്രായം. ആ കുട്ടി സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. ആ കുട്ടി സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ഏകദേശം ഒരു 10-40-35 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. ആ മകന് വാപ്പ അടിച്ച വേദനയിലും വിഷമത്തിലും വാശിയിലും ആ മകനെ വീട് വിട്ടിറങ്ങി 35-ന്റെയും 40 കിലോമീറ്ററിന്റെയും ഇടയിലെത്തിയപ്പോ പോലീസ് പിടിച്ചു. ആ മകനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ വാപ്പയ്ക്ക് വരേണ്ടി വന്നു ആ മകനെ ഇറക്കാൻ. സൈക്കിളായത് കൊണ്ട് പ്രശ്നമല്ല. നേരെ മറിച്ച് ഇനി മോട്ടോർ സൈക്കിൾ ആയിരുന്നെങ്കിൽ വാപ്പാക്ക് അഴി എണ്ണാൻ പറ്റി ഏറ്റവും നല്ല സൗഭാഗ്യമോ ഉണ്ടാക്കി കൊടുത്തേനെ. ഇപ്പൊ അങ്ങനെയാണ്. പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് വണ്ടി കൊടുത്താൽ വാപ്പാടെ ലൈസൻസ് കട്ടാക്കും. അല്ലേ? എന്തൊരു തിരക്കാ സഹോദരങ്ങളെ. റോഡ് 4 വരി പാതയാക്കാനുള്ള വ്യഗ്രത. 4 വരി പാതയായി നമ്മളെ സന്തോഷത്തോടെ ഓടാൻ തുടങ്ങുമ്പോ വീണ്ടും പണിയായിരിക്കും 6 വരി പാതയാക്കായി. തീരൂല, വികസനം തീരൂല. വെളി രാജ്യങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലെ ഓരോ അവസ്ഥകൾ കണ്ടിട്ട് നമ്മുടെ ഈ ജനനിബിഡമായ, ജനസംഖ്യ കൂടുതലും ഭൂമി കുറവുമുള്ള കേരളത്തിന്റെ ഈ ഒരു സാഹചര്യത്തില് ഒരിക്കലും നമ്മുടെ ഈ ട്രാഫിക് ജാം അവസാനിക്കൂല. ഒരൊറ്റ കാര്യം കൊണ്ടല്ലാതെ, അനുസരണം കൊണ്ടല്ലാതെ. ഒരു ചെറിയ വിടവ് കണ്ടാൽ മതി, അവിടെ കൊണ്ടുവന്ന് കയറ്റി വെക്കും. ഗൾഫിൽ പോയാലോ ഇത്രയും സൂക്ഷ്മതയോടെ വണ്ടി ഓടിക്കുന്നത് കേരളക്കാരല്ലാതെ വേറെ ആരുമില്ല. കാരണം 10,000 ദിർഹം അങ്ങ് പോയി കിട്ടും. പേടി. ഇവിടെ ആകുമ്പോ ഒരു കുഴപ്പമില്ല. ഏവനെങ്കിലും പാവപ്പെട്ട പോലീസുകാരൻ പെറ്റിയടിക്കാൻ നിന്നാ അവന്റെ മേക്കിട്ട് കയറും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അനുസരണയില്ല. കൊണ്ട് കുറുക്കിനങ്ങോട്ട് വെക്കല്ലേ, കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നങ്ങ് വെക്ക. വണ്ടി മുമ്പോട്ട് പോകാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞു വന്നത്, വാപ്പ മക്കളെ അടിച്ചു എന്നതിന്റെ പേരിൽ വീട് വിട്ടു പോകുന്ന മക്കളാ സഹോദര. എന്തുകൊണ്ട്? നമ്മുടെ മക്കൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് മദ്രസ വിദ്യാഭ്യാസമാണ്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ആ പ്രിയപ്പെട്ട മക്കൾ ഒന്നാമതായി നമുക്ക് തന്നെയാണ് ഉപകരിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ പിന്നെ വീട്ടിലിരുത്തരുത്, മദ്രസയിൽ ചേർക്കണം. വടക്കൻ മലബാറില് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെയും മദ്രസകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. മഗ്രിബ് കഴിഞ്ഞാൽ ഇങ്ങനെ വരിവെച്ച് മക്കൾ പോവാൻ. ഇതൊക്കെ തെക്കൻ ജില്ലകളില് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ രാവിലെ 7 മണി മുതൽ 8:30 മണി വരെ മദ്രസ, വൈകുന്നേരം 4:30 മണി മുതൽ 5:30 മണി വരെ 6 മണി വരെ മദ്രസ. മഗ്രിബിന് ശേഷമുള്ള മദ്രസ അങ്ങനെ ഒന്ന് കിനാവ് കാണാൻ പോലും പറ്റിയിട്ടില്ല തെക്കൻ ജില്ലകളിൽ. തെക്കൻ ജില്ലകളിൽ അങ്ങനെ ഇല്ല. ഇപ്പോഴാണ് +1 +2 സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഞാൻ മദ്രസ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇവിടെ പഠിക്കാൻ നല്ല ആവേശമാണ് മക്കൾക്ക്. പ്രായപൂർത്തിയായാലും വിടും. ചില സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയായ ഇനി മദ്രസ ഹറാമാ മോളെ, പോവരുത്. സ്കൂളിൽ പോകുന്നതിന് കുഴപ്പമില്ല, കോളേജിൽ പോകുന്നതിന് കുഴപ്പമില്ല. ന്യായങ്ങൾ പലതുണ്ട്, അങ്ങോട്ട് പറയാനും അതിലേറെ ന്യായങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർത്താൽ ഒന്നാമതായിട്ട് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഭക്തിയാണ്. ഇനി രണ്ടാമത്തേത് അൽ മുജാഹദതു ബൈനഹു വ ബൈനൻ നഫ്സി. നമ്മുടെ മക്കൾ സ്വയം സമർപ്പിതരാവുകയാ. ഒന്ന് അല്ലാഹുമായിട്ടുള്ള ബന്ധമാണ് തഖ്വ. രണ്ടാമത്തേതോ നമ്മുടെ മക്കൾ സ്വയം അവര് സമർപ്പിതരാവുകയാ. അവര് സ്വയം അവരെ വിചാരണയ്ക്ക് വിധേയരാക്കുകയാ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? നമ്മൾ പഠിക്കുന്ന അറിവ് കൊണ്ട് നമുക്കും ഗുണമുണ്ടാകണം, സമൂഹത്തിനും ഗുണമുണ്ടാകണം. അധ്വാനിക്കണം. ഒന്ന് കേട്ടെ, ഈ പരുന്തിന് എത്ര വർഷത്തെ ആയുസ് ഉണ്ടെന്നറിയോ? പരുന്ത് എത്ര വർഷമാ ജീവിച്ചിരിക്കുക? പരുന്ത് അതിന്റെ ആയുസ് 50 വർഷമാണ്. 50 വയസ്സ് വരെ പരുന്ത് ജീവിച്ചിരിക്കുമെന്നാണ്. പക്ഷേ 90% പരുന്തും 20ാമത്തെ വയസ്സിൽ സ്വയം മരിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യും. സ്വയം മരിക്കാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിലും മരിച്ചു പോകും. 90% പരുന്തുകളും 20 വയസ്സ് വരെ ജീവിക്കൂ. എന്താ കാര്യം എന്നറിയോ? ഇതിന്റെ ചുണ്ട് വളയാൻ തുടങ്ങും. ഇതിന്റെ ചുണ്ടിങ്ങനെ വളഞ്ഞ് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. തൂവലുകൾ തന്റെ ചിറകിന് ഭാരമാകും, പറക്കാൻ പറ്റില്ല. എന്നാൽ 10% വരുന്ന ഈ പരുന്തുകൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും നിരങ്ങിയും എഴഞ്ഞുമൊക്കെ ഏതെങ്കിലും പാറയുടെ മുകളിൽ കയറും. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് അതിന്റെ ചുണ്ടിനെ ഒരച്ചൊരച്ചൊടിച്ചു കളയും. ആ ചുണ്ട് ഒരച്ചു കളയാന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് വേദനിക്കുന്നതാണ്. അതിനെങ്ങനെ ഒടിച്ചു കളഞ്ഞിട്ട് അതിങ്ങനെ കാത്തിരിക്കും. കിട്ടുന്നത് എന്തെങ്കിലും വെള്ളം കുടിക്കും, ചെറിയ ചെറിയ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ആ പരുന്തിന്റെ ചുണ്ട് വീണ്ടും ഉണ്ടാകുന്നത് വരെ, അത് കിളിച്ചു വരുന്നത് വരെ, മുളച്ചു വരുന്നത് വരെ അത് കാത്തിരിക്കും. അത് മുളച്ചു വന്നാലോ ആദ്യം ചെയ്യുന്നത് തന്റെ തൂവല് കൊത്തിക്കളയും. ചിറകിന്റെ തൂവലുകൾ കൊത്തിക്കളയും. ആ ചിറകിന്റെ തൂവലുകൾ കൊത്തിക്കളഞ്ഞാൽ ചെറിയ ചെറിയ ചിറകുകളുടെ തൂവലുകൾ വീണ്ടും വരും. അപ്പോൾ പറക്കാൻ തുടങ്ങും. 10% വരുന്ന പരുന്തുകൾ 50 വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്നു എന്ന് ചരിത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്. അധ്വാനിച്ചാൽ, പരിശ്രമിച്ചാൽ ആ പരുന്തുകൾക്ക് ജീവിതം തിരിച്ചു കിട്ടുന്നു. നമ്മുടെ മക്കൾ അധ്വാനിച്ചാൽ നമ്മുടെ മക്കൾക്കൊരു ജീവിതമുണ്ട്.
നമ്മുടെ മക്കൾ അധ്വാനിച്ചാൽ നമ്മുടെ മക്കൾക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർത്താൽ അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി, അവർ സ്വയം സമർപ്പിതരാവുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഇൽമേതാ. ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു ഓരോ വ്യത്യസ്തമായ അറിവ് കൊടുത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അറിവ് പ്രത്യേക കൊടുത്ത അറിവേദം അറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിന തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ നീ എനിക്ക് തന്ന അറിവേദം അറിയോ? വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തതാ. ആ അറിവ് യൂസുഫ് നബിക്ക് മാത്രം അല്ലാഹു കൊടുത്ത പ്രത്യേകമായ അറിവാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആ അറിവ് അല്ലാഹു കൊടുക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വപ്ന വ്യാഖ്യാനം പറയാൻ, ഒരാളെ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമു കൊടുത്തു. ആ ഇൽമു കൊണ്ട് യൂസുഫ് നബിക്ക് സ്വയം രക്ഷയുണ്ടായി, സമൂഹത്തിന് രക്ഷയുണ്ടായി. അല്ലേ? മഹാനായ യൂസുഫ് നബി ജയിൽ മോചിതനാകാൻ കാരണം എന്താണ്? സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോഴാണ് രാജാവിന്റെ ഇടപെടൽ മൂലം മോചനം കിട്ടിയത്. സമൂഹത്തിനും അതുകൊണ്ട് ഗുണമുണ്ടായി. എന്താ സമൂഹത്തിനുണ്ടായ ഗുണം? രണ്ടുപേര് കണ്ട, രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ രാജാവിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി വന്ന യൂസുഫ് നബി അലൈഹിസ്സലാം 7 വർഷക്കാലം കഠിനമായ ക്ഷാമമുണ്ടാകുമെന്നും ആ കൊടിയ ക്ഷാമം ഈ രാജ്യത്തെ സാമ്പത്തികമായ സമ്പദ്ഘടനയെയും അതുപോലെ തന്നെ ഇവിടത്തെ ഭക്ഷ്യ, ഇവിടത്തെ വിഭവങ്ങളെയും നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോഴാണ് വരുന്ന 7 വർഷക്കാലത്തെ കഠിനമായ ക്ഷാമത്തിന് അറുതി വരുത്താൻ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്ക് 7 വർഷത്തെ ക്ഷാമ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് നിങ്ങൾ ഒരു കൂട്ടി വെക്കണമെന്ന് മഹാനായ യൂസുഫ് നബി പറഞ്ഞപ്പോ തന്റെ അറിവ് സമൂഹത്തിനും ഗുണപ്പെട്ടു. സമൂഹത്തിന് ഗുണപ്പെടുന്ന, സ്വയം ഗുണപ്പെടുന്ന അറിവ് പഠിക്കാനാണ് മക്കളെ മദ്രസയിലാക്കാൻ പറയുന്നത്. അതാണ് അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി. അവർക്ക് തന്നെ ഒരു സ്വയം സമർപ്പിതമാകാൻ പറ്റുന്ന ഒരു ഇൽമ് അത് മദ്രസ സംവിധാനത്തിലാണ്. ഇനിയോ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഗുണമേതെന്നറിയോ? സഹോദരങ്ങളെ, അത്തവാലു ബൈനഹു വ ബൈനൻ നാസ്. മദ്രസയിൽ പഠിക്കുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മക്കൾ അച്ചടക്കമുള്ളവരാ, ആ മക്കള് വിനയമുള്ളവരാണ്, ആ മക്കള് എവിടെ നിന്നും അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വഴല് കേൾക്കാൻ വേണ്ടി വരുന്നതിൽ 90% മക്കളും അവര് മദ്രസയിൽ പഠിക്കുന്ന മക്കളാ. അവർക്ക് നസീഹത്ത് ഇഷ്ടമാ, അവർക്ക് വഴൽ ഇഷ്ടമാ, അവർക്ക് മതബോധം ഇഷ്ടമാ, അവർക്ക് ദീനീ ചൈതന്യം വളരെ താല്പര്യമാണ്. എവിടെ നിന്നും അറിവ് പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. നമ്മളാണ് ഇന്ന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തിരക്കി പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന മഹാനായ ഇമാമാണ്. ബാക്കിയുള്ള സകല ഇമാമിങ്ങളുടെയും ഉസ്താദാണ്. ബാക്കി വരുന്ന ഇമാമുന ശാഫി തങ്ങളും ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇവരുടെ ഒക്കെ ഗുരുനാഥനാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇൽമു പഠിക്കുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ട. ഒരാൾക്കും അത് അറിവ് ചോദിച്ചു പഠിക്കുന്നതിൽ നാണക്കേട് വേണ്ട. നമ്മുടെയൊക്കെ റമദാൻ മാസത്തിലാണ് കൂടുതൽ ആളുകൾ പള്ളിയിൽ വരിക. സഫിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞു പള്ളിയിൽ. റമദാനില് ആളുകൾ കൂടുന്നതനുസരിച്ച് പള്ളി വിപുലീകരിക്കണമെന്ന് കമ്മിറ്റി കൂടിയ പള്ളികളൊക്കെ ഉണ്ട്. പള്ളി പോരാ, പള്ളി അല്പം കൂടെ വിശാലമാക്കണമെന്ന് കമ്മിറ്റി വിളിച്ചു. അപ്പൊ പലരും പറഞ്ഞു നമുക്ക് റമദാനും കൂടെ ഒന്ന് കഴിയട്ടെ, റമദാൻ കഴിയുമ്പോഴറിയാം പള്ളി വിപുലീകരിക്കണോ വേണ്ടേ എന്ന്. റമദാൻ കഴിഞ്ഞപ്പോ ഉണ്ടായതിന്റെ 10-1 ആളുകൾ ചുരുങ്ങി പള്ളിയിൽ. ജുമയ്ക്ക് ആളുകളില്ല, നിസ്കാരത്തിന് ആളുകളില്ല. ഇനിയിപ്പത്തിനാ വലിയ പള്ളി, നീപ്പത്തിനാണ് വലിയ പള്ളി.
റമദാനിലെ ആളുകളുടെ കൂട്ടം കണ്ടപ്പോ, ഈ റമദാനിലെ പൊതുവെ എല്ലായിടത്തും ആള് കൂടുതലാണ് അല്ലേ? ഇവിടെയൊക്കെ കോവിഡിന് ശേഷം എല്ലാം സ്വതന്ത്രമായത് ഈ റമദാനിലാണ്. ആളുകൾ കൂടുതലായിരുന്നു. പള്ളികളുടെ മുറ്റത്ത് ടാർപ്പ കെട്ടി നിസ്കരിച്ച പള്ളികളുണ്ട്. എന്റെ മഹല്ല്, ഞാൻ എന്റെ താമസ സ്ഥലമുള്ള മഹല്ല്, അവിടെ പള്ളിയുടെ പുറത്ത് 2 നിലകളും നിറഞ്ഞ് കവിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്ത് വിശാലമായ ശാമിയാനായിട്ടു പന്തലിട്ടു ആളുകൾക്ക് നിസ്കരിക്കാൻ. നിറഞ്ഞ് കവിയുന്ന പള്ളികൾ. എന്നാ ഇപ്പൊ നോക്ക്, പള്ളികളിൽ ഇപ്പൊ ജുമയ്ക്ക് നിങ്ങൾ പള്ളികളിൽ നോക്ക്, എത്ര ഉണ്ടാവും ആളുകൾ കുറഞ്ഞില്ലേ? അതാണ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ. ഈ സമയത്ത് റമദാനിലൊക്കെ നമ്മൾ പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് പലപ്പോഴും നമുക്ക് സംശയം ചോദിക്കാൻ മടിയുണ്ടാവും. ഉസ്താദ് എന്ത് വിചാരിക്കും? ഒരു മടിയും വേണ്ട. ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതനാണല്ലോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഹജ്ജിന്റെ വേളയിൽ എന്നെ തിരുത്തിയ 5 കാര്യങ്ങൾ എന്നെ തിരുത്തി തന്നത് ഒരു ബാർബറാണ്. ബാർബർ ഇവിടെ എന്താ പറയുന്നത് അല്ലേ? അത് ഇംഗ്ലീഷ് അല്ലേ? ഒസ അല്ലേ? മുടി വടിക്കുന്ന ആള്. പരിശുദ്ധമായ ഹറമിന്റെ ഭാഗങ്ങളിൽ നിങ്ങൾ നോക്ക്, അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടാവും സലൂൺ. അവിടത്തെ ഒരു മനുഷ്യൻ, മുടിവെട്ടുകാരൻ, ഒരു ബാർബർ, അമ്പട്ടൻ എന്നൊക്കെ പറയും. ഇവിടെ പറയില്ല, ബാർബർ, ഒരു ഒസ. അദ്ദേഹമാണ് അബൂ ഹനീഫ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതന് 5 ഗുരുതരമായ തെറ്റുകൾ തിരുത്തി കൊടുത്തത്. ആലോചിച്ച് നോക്കിയേ, അദ്ദേഹമാ പറയുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിലും മൂടി വെച്ചേനെ. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ 5 പാളിച്ചകൾ എനിക്ക് തിരുത്തി തന്നത് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് എന്റെ മുടിയെടുക്കാൻ ചെന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിലെ ഒരു മനുഷ്യനാണ്. എന്താ തെറ്റെന്നറിയോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞു, ഇനി തഹല്ലുലാകണം. ഹജ്ജ് കഴിഞ്ഞു, ഒന്ന് തഹല്ലുലാകണം. നേരെ ഒരു ബാർബർ ഷോപ്പിലോട്ട് കയറി. നമ്മളൊക്കെ ഇപ്പൊ പോയാലും അങ്ങനെയാണല്ലോ. ഒരു സലൂണിലേക്ക് കയറി. ചെന്നിട്ട് ചോദിച്ചു, ഇമാം അബൂ ഹനീഫ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ കൂലി? നിങ്ങളുടെ കൂലി എത്രയാണ്? ഇവിടെ റേറ്റ് എത്രയാണ്? മുടിയെടുക്കുന്നതിന് ഇവിടെ റേറ്റ് എത്രയാണ്? അബൂ ഹനീഫ ഇമാമിന്റെ മുഖത്ത് നോക്കിയിട്ട് അയാള് ഒന്നാമതായിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഏ സഹോദര, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി വന്ന അവന്റെ അതിഥിയായ ഒരു ഹാജിക്ക് ഞാൻ തഹല്ലുലാക്കി കൊടുക്കുന്നത് എന്റെ ഒരു ഖിദ്മത്താണ്. ഞാൻ ചെയ്യുന്ന ദീനീ ദഅവത്താണ്, ദീനീ സേവനമാണ്. അതിന് നിങ്ങൾക്ക് നാണമുണ്ടോ കൂലി നിശ്ചയിക്കാൻ? നിങ്ങൾക്ക് നാണമുണ്ടോ കൂലി എത്രയെന്ന് ചോദിക്കാൻ? ഒന്നാമത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചൂളിപ്പോയ രംഗമാണ്. അദ്ദേഹം തന്നെ പറയാൻ, ഞാൻ കയറി കസേരയിൽ ഇരുന്നു, ഞാൻ കയറി ചെയറിലേക്ക് ഇരുന്നു. ആ സമയത്ത് എന്നോട് ബാർബർ പറഞ്ഞ മറുപടി, ഏ മനുഷ്യ, നിങ്ങൾ കിബിലക്ക് നേരെ ഇരി. നിങ്ങൾ എന്തിനാ കയറി തിരിഞ്ഞിരിക്കുന്നത്? കിബിലക്ക് നേരെ ഇരി. ഇതൊരു ഇബാദത്തല്ലേ? തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തല്ലേ? അതുകൊണ്ട് നിങ്ങൾ കിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക. ഞാൻ രണ്ടാമതും എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നാണക്കേടുണ്ടായ രംഗം വേറെയില്ല. ഞാൻ മിണ്ടിയില്ല. ഞാൻ അവസാനം തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് എന്റെ തല കാണിച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഏയ് നിങ്ങളുടെ വലതുഭാഗം കാണിക്ക്, അതല്ലേ സുന്നത്ത്, വലത്തതിനെയല്ലേ മുന്തിക്കേണ്ടത്, നിങ്ങൾ ഈ ഇടതുഭാഗം കാണിക്കുന്ന എന്തിനാ? ഞാൻ വീണ്ടും ചൂളിപ്പോയി. ഞാൻ മിണ്ടാതിരുന്നു. ഇനി ഒന്നും മിണ്ടരുത്, എന്റെ നിർബന്ധ ബുദ്ധിയാണ്. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ 3 തവണ ഞാൻ നാണം കെട്ടു. ഞാൻ മിണ്ടാതിരുന്നു. അയാളുടെ വർക്ക് തുടങ്ങി. പകുതി എത്തിയപ്പോൾ എന്നെ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളൊരു ഹാജിയാണോ? കബ്ബിർ, തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നൂടെ? നിങ്ങളൊരു ഹാജിയല്ലേ? തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നോ? ഇതൊരു ഇബാദത്ത് നടക്കുകയല്ലേ? ഞാൻ അവിടെ ഇരുന്ന് തക്ബീർ ചൊല്ലാൻ തുടങ്ങി.
അവസാനം ഞാൻ എന്റെ തലമുടി എടുത്തുകൊണ്ട് ഞാൻ തഹല്ലുലായി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് എന്നെ വിളിച്ചിട്ടയാള് പറയുകയാണ്, നിങ്ങൾ പോവുകയാണോ? സ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കാരമുള്ളത് മറന്നോ? തഹല്ലുലായാൽ 2 റക്അത്ത് നിസ്കാരമുള്ളത് മറന്നോ? ഇതാരുടെ മദ്ഹബാണ്? അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണ്. അതിന്റെ ഇമാമ് 2 റക്അത്ത് നിസ്കരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ ബാർബറായ മനുഷ്യൻ വിളിച്ചിട്ട്, മുടിവെട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചാലാണ് നിങ്ങളുടെ ഇബാദത്ത് പൂർണ്ണമാവുക. പിൽക്കാലത്ത് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ 5 പിഴവുകൾ, 5 തെറ്റുകൾ തിരുത്തി തന്നത് ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന മനുഷ്യനാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയോ? അറിവ് പഠിക്കുന്ന മക്കൾക്ക് അത് ആരിൽ നിന്ന് പഠിക്കാനുമുള്ള ഒരു ആകാംക്ഷയുണ്ട്. ആരിൽ നിന്ന് അറിവ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മക്കൾക്കുണ്ട്. ഇമാം അബൂ ഹനീഫയ്ക്ക് പറഞ്ഞൂടെ, ഞാനൊരു മദ്ഹബിന്റെ ഇമാമാണ്, ഞാനാണ് ഇവിടത്തെ മുഹമ്മദ് ഇമാമ്. മഹാനായ ഇമാം അബൂ ഹനീഫ ഇമാം പറഞ്ഞില്ല, ഇമാം അബൂ ഹനീഫ മിണ്ടിയില്ല. കാരണം ഒരു മനുഷ്യനിൽ നിന്ന് അറിവ് കിട്ടിയപ്പോൾ അതിനെ ആദരവോടെ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ പൊരുത്തമുണ്ടല്ലോ. അതാണ് തവാളു ബൈനഹു വ ബൈനന്നാസ്. മദ്രസയിൽ പഠിക്കുന്ന മക്കൾ എവിടെ വഅള് വെച്ചാലും പോകും. കാരണം അവന്റെ ഹൃദയത്തിലുള്ളത് ഈമാനാണ്. അവൻ അല്ലാഹനെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവനാണ്. അവന് ഹബീബായ നബി തങ്ങളെ പഠിക്കാൻ മോഹമുള്ളവനാണ്. അതുകൊണ്ട് അവന് താല്പര്യമുണ്ട്. അതുകൊണ്ട് എവിടെ പോകാനും അവന് മടിയില്ല. അവന് വിനയമാണ്. അത് വേണോ? മദ്രസയിൽ മക്കളെ ചേർത്തോ? ഇനി 4-മത്തെ എന്തെന്നറിയോ? അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. 4-മത്തേത് അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. ഒന്ന് പടച്ചവനുമായിട്ടുള്ള ബന്ധമാണ് തഖ്വ. അത് മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് അല്ലാഹ് കൊടുക്കുകയാ. 2 സ്വന്തം ശരീരത്തോടുള്ള സമർപ്പണമാണ്. ആ അവസ്ഥയും അല്ലാഹു മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കുകയാ. 3 മറ്റുള്ളവരോടുള്ള വിനയമാണ്. അത് പൊന്നുമക്കളെ മദ്രസയിൽ. ഇനി 4-മത്തേത് എന്തെന്നറിയണോ? പ്രിയമുള്ളവരെ, അൽ അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. അവന്റെയും ഭൗതിക ലോകത്തിന്റെയും ഇടയിലുള്ള പരിത്യാഗമാണ്. അവന് ദുനിയാവൊന്നും വേണ്ട. അവന് പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് മോഹം. വേറെ ഒരു മോഹവും ഇല്ല.